സൂറത്തുൽ കഹ്ഫ് 50-ാമത്തെ ആയത്ത് ഓതിയിട്ട് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നിച്ച് ഓതാം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ كَانَ مِنَ الْجِنِّ فَفَسَقَ عَنْ أَمْرِ رَبِّهِ أَفَتَتَّخِذُونَهُ وَذُرِّيَّتَهُ أَوْلِيَاءَ مِن دُونِي وَهُمْ لَكُمْ عَدُوٌّ بِئْسَ لِلظَّالِمِينَ بَدَلًا. ആയത്താണ് ഓതാനുള്ളത് അല്ലേ? നിങ്ങൾ തുടങ്ങാം. ഒന്നുണ്ട്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ كَانَ مِنَ الْجِنِّ فَفَسَقَ عَنْ أَمْرِ رَبِّهِ أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. ബിഅസ എന്ന് കൽക്കലായിട്ട് വരണ്ട. ബിഅസ സൗണ്ട് മുറിച്ചിട്ട് പറയണ്ട. നീട്ടാനുണ്ട്. ലിൽ മലായികതി عن أمر ربه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه കുറച്ചും കൂടെ വ്യക്തമായിട്ട് കേൾക്കണം. أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. ശരി, അടുത്ത
وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. بسم الله الرحمن الرحيم. وإذ قلنا للملائكة കുറച്ചും കൂടെ നീട്ടെ അവിടെ للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. ما شاء الله. بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. ശരി, ഓക്കെ. പിന്നെ അടുത്ത ആയത്ത് 51-ാമത്തെ ആയത്ത് തുടങ്ങാം. ഒരു പ്രാവശ്യം ഞാനൊന്ന് ഓതുന്നുണ്ട്, കേൾക്കുക. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ആദ്യം തന്നെ മീമിന് ഷദ് കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷെ അവിടെ മീമിന് ഷദ് വന്നാൽ സാധാരണ എന്താ ചെയ്യുക? മണിക്കാനുണ്ടാവും. ഇവിടെ മണിക്കണ്ട അല്ലേ, എന്ന് പറയണ്ട. കാരണം എന്താ? സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് അവിടെ മീമിന് ഷദ് കൊടുക്കാൻ കാരണം മുമ്പത്തെ ആയത്ത് അവസാനിക്കുന്നത് തൻവീനിലാണ്, ബദലൻ എന്നാണ്. ആ തൻവീനിന് ശേഷം മീമ് വരുമ്പോൾ മണിക്കാനുണ്ടാകും സ്വാഭാവികമായിട്ട്. ബദലം എന്ന് ഓതുമ്പോൾ അവിടെ മീമിന് ഷദ് വരും, മണിക്കാനുണ്ടാകും. അങ്ങനെയല്ല നമ്മൾ ഓതുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ മണിക്കൽ ആവശ്യമില്ല. ബദല എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്. മാ എന്നുള്ളത് മദ് ഉണ്ട്,
മദ് ഏതായിരുന്നു? മദ് മുത്തസിലാണോ മുൻഫസിലാണോ? മദ് മുൻഫസിലാണ്. രണ്ട് വാക്കുകളിലായിട്ടാണ് അലിഫും ഹംസയും വന്നത്. മാ അഷ്ഹത്തു, അത് മദ്ദു മുൻഫസിലാണ്. പിന്നെ അവിടെ മറ്റൊരു നിയമം അഷ്ഹദ് തു എന്നുള്ളത് രണ്ടക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് അഷ്ഹത്തു എന്നാണ് പറയണത്. അപ്പോൾ ആദ്യത്തെ ദാലിൻ്റെ ഉച്ചാരണം കേൾക്കൂല, അതൊരു ഇദ്ഗാമാണ്. ആദ്യത്തെ ഒരക്ഷരം കേൾക്കാതെ അടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയാം. നമ്മൾ പരിചയമുള്ള ഇദ്ഗാമുകൾ ഏതൊക്കെയായിരുന്നു? സുക്കൂനുള്ള നൂനിന് ശേഷം യൗമുൻ, നൗമി എന്ന് പറഞ്ഞ സുക്കൂനുള്ള നൂനിനോ അല്ലെങ്കിൽ തൻവീനിനോ ശേഷം ഈ 4 അക്ഷരങ്ങൾ വരുമ്പോൾ പിന്നെ ഈ അക്ഷരം കേൾക്കൂല, ഇതേ കേൾക്കുള്ളൂ. ഇദ്ഗാം, അതിനാണ് ഇദ്ഗാം എന്ന് പറയാം. ഒരക്ഷരത്തിനെ ലയിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയാം. അപ്പോൾ അതേ നിയമം തന്നെ ആണ് ഇവിടെ ഉള്ളത്. അഷ്ഹദ് തു എന്നുള്ള ആദ്യത്തെ ദാലിനെ അടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന നിയമത്തിന് ഇദ്ഗാം എന്ന് പറയും. ഈ ഇദ്ഗാമുകൾ 2-3 രൂപത്തിലുണ്ട്. ആദ്യത്തെ ദാല്, രണ്ടാമത്തെ താ, രണ്ടും ഒരേ അക്ഷരങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യും. ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തും ആകുമ്പോൾ. ഇവിടെ രണ്ടും ഒരേ അക്ഷരമല്ല, ദ ത, രണ്ടും എടുത്തെടുത്ത് മഖ്റജുള്ള 2 അക്ഷരങ്ങളാണ്. അപ്പോൾ ഇദ്ഗാം മുതഖാരിബൈൻ എന്ന് പറയാം. എടുത്തെടുത്ത് മഖ്റജുള്ള 2 അക്ഷരങ്ങൾ ആണിവ. അപ്പോൾ അത് ലയിപ്പിച്ചിട്ടാണ് ഓതുന്നത്. ആദ്യത്തെ അക്ഷരത്തിന് കേൾക്കൂല. അപ്പോൾ എങ്ങനെ പറയേണ്ടത്? അഷ്ഹദ്തു എന്നല്ല, അഷ്ഹത്തുഹും. അപ്പോൾ ദാല് കേൾക്കൂല. ദാല് കേൾക്കാതെ താഇന് ഷദ്ദ് കൊടുത്താണ് ഓതുന്നത്. മുതഖാരിബൈൻ, ഇദ്ഗാം മുതഖാരിബൈൻ. ഇനി ഇദ്ഗാം മുതമാസിലൈൻ ഉണ്ട്. രണ്ടും ഒരേ അക്ഷരങ്ങളാകുമ്പോൾ, ഇപ്പോൾ രണ്ടും ദാലാണെങ്കിൽ അഷ്ഹദ്ദു എന്ന് വരും. രണ്ടും ദാലാണെങ്കിലും അത് കൂട്ടിച്ചേർത്തിട്ട് ഓതും. നമ്മുടെ സൂറത്തുൽ മുർസലാത്തിലൊക്കെ ഉണ്ട്, അലം നഖ്ലുക്കും എന്നാണ്. ആദ്യം ഖാഫ് പിന്നെ കാഫ്. ഇപ്പോൾ ഹെവി ലെറ്റർ ഖാഫ് അല്ലേ, ഖാഫ് ഉച്ചരിക്കുക എന്നല്ല, ആദ്യത്തെ അക്ഷരം അടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിക്കും. നഖ്ലുക്കും എന്നുള്ള ഖാഫ് പിന്നെ കേൾക്കൂല. അലം നഖ്ലുക്കും എന്നാണ് പറയേണ്ടത്, നഖ്ലുക്കും എന്ന് പറയേണ്ട. കാഫാണ് ഉച്ചരിക്കേണ്ടത്. രണ്ടാമത്തെ അക്ഷരം മാത്രമേ ഉച്ചരിക്കുള്ളൂ. ആദ്യത്തെ അക്ഷരം ലയിപ്പിക്കുകയാണ് അടുത്ത അക്ഷരത്തിലേക്ക്. അതാണ് ഇദ്ഗാം മുതഖാരിബൈൻ. ശരി, ഒന്നുകൂടെ ഓതാ. ഞാൻ ഓതിയതിന് ശേഷം എല്ലാവരും ഒന്ന് ആവർത്തിച്ച് ഓതി. മാ അഷ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്. എല്ലാവരും ഓതി. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم ഖാഫ്, ഇത് രണ്ടും ഇസ്തിഅലായിൽ നമ്മൾ പഠിച്ച ഇസ്തിഅലായിൽ പെട്ട അക്ഷരങ്ങളാണ്. അതുകൊണ്ട് ഖ ഖ എന്ന് ഹെവി ആക്കിയിട്ട് മുകളിലേക്ക് പോകുന്ന രൂപത്തിൽ, കാറ്റ് മുകളിലേക്ക് പോകുന്ന രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. വലാ ഖൽഖ അൻഫുസിഹിം. അൻഫുസിഹിം എന്താ നിയമം? അവിടെ മണിക്കുന്നുണ്ട്. എന്താ നിയമം? ഇഖ്ഫ ആണ്. അൻഫു നൂനിനെ അവ്യക്തമാക്കിയിട്ട് മണിക്കാൻ. വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അദുദ. വമാ കുന്തു, അവിടെയും മണിക്കാനുണ്ട്. നിയമം എന്താണ്? ഇഖ്ഫ തന്നെയാണ്, നൂനിനെ അവ്യക്തമാക്കിയിട്ട്. وما كنت متخذ المضلين عضدا. അവസാനത്തെ മദ്ദിൻ്റെ പേരെന്തായിരുന്നു? മദ്ദു അസ്ലിയാണ്. മദ്ദു ആണോ?
മദ് ആരിൽ മദ്ദു അസ്ലി അല്ല, വലിയ 2, 4, 6 ഹർക്കത്ത് നീട്ടുന്ന മദ്ദാണ്, വലിയ മദ്ദാണ് മദ് ആരിൽ. മദ് ഇവള് അവസാനത്തെ അലിഫിൽ നിർത്തുന്നതിന് മദ് ഇവള് എന്നാണ് പേര്. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ആദ്യത്തിൽ മദ് മുൻഫസിൽ വന്നു, പിന്നൊക്കെ മദ് അസ്ലികളാണ്. എവിടെ ഏതാണ് ആയത്? ഏതാ ആയത്ത് ഏതാ? റുദിദത്തു അല്ലേ? ദാലിൻ്റെ അല്ല, ദാലിനല്ല, എന്താ 2 ദാലല്ല പ്രശ്നം, ഇത് തു റുദിത്തു. അപ്പോൾ ആദ്യത്തെ ദാല് തായിലേക്ക് ലയിപ്പിച്ചു, അത് തന്നെയാണ് ഇദ്ഗാം മുതഖാരിബൈൻ, ദാല് താ. ശരി, ആയത്ത് പിന്നെ സമാവാത്ത് എന്നുള്ളിടത്തൊക്കെ മദ്ദു അസ്ലികളാണ്. സ മാ വ ഒരലിഫുകളുണ്ട്. വല ഇറുദിത്തു, അതെ അല്ല 2 ദാലല്ല പ്രശ്നം. ആ അതെ, ദാലിന് സുക്കൂന് ശേഷം താ. അപ്പോൾ ഇദ്ഗാം മുതഖാരിബൈൻ സേമൻ. മദ് ഇവദ് അവസാനത്തിൽ വഖഫിൻ്റെ സമയത്ത് വരുന്ന അലിഫ്, അത് മദ്ദു അസ്ലിയിൽ പെട്ടതാണ്. 2 ഹർക്കത്തിനെ നീട്ടാൻ പാടുള്ളൂ. കൂടുതലായിട്ട് നീട്ടിപ്പോകുന്ന ഒരു പ്രശ്നമാണ് പൊതുവെ നമ്മളിൽ ഉണ്ടാവാറ്. എന്നത്ര നീട്ടാൻ പറ്റൂല. وما كنت متخذ المضلين عضدا, അത്ര നീട്ടാൻ പറ്റുള്ളൂ. മുضല്ലീന ലീന എന്ന് പറയുന്നിടത്ത് കൊടുക്കുന്നൊരു മദ് ഉണ്ടല്ലോ, സാധാരണ മദ് അസ്ലി. മുضല്ലി ഈ ആ ഒരളവ് മാത്രമേ അവസാനത്തിലും വരാൻ പാടുള്ളൂ. അദുദ ആ ഒരു നീട്ടൽ മാത്രമാണ് മദ് ഇവദ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ നോക്കിയിട്ട് ഓരോരുത്തരും ഓതാട്ടോ ഇൻഷാ അല്ലാഹ്. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ഒറ്റ ശ്വാസത്തിൽ ഓതിയാൽ ഏറ്റവും നല്ലത്, എവിടെ നിർത്താനില്ല അതിൽ. ശരി, തുടങ്ങിയാലോ? നിങ്ങൾ തുടങ്ങിക്കോളെ. أشهدتهم خلق السماوات والأرض ولا خلق أنفسهم നൂന് ക്ലിയർ ആയി പോയി. ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ഓക്കെ. بسم الله الرحمن الرحيم. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ മുضല്ലീന متخذ المضلين عضدا. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا.
അവിടേക്ക് എത്തിയിട്ടില്ല. أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. നമ്മളെ കറക്റ്റ് വേവ് കീപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ അക്ഷരങ്ങളും കൊടുക്കുന്ന സമയം കറക്റ്റാണ്. ആ ഒരു ഫ്ലോ ഉണ്ട്. കീപ്പ് ഇറ്റ് അപ്പ്. നമ്മളൊക്കെ പൊതുവെ അറിയാതെ കുറച്ച് ശ്രമകരമാണത്. നമ്മൾ ചില നിർത്തുന്ന സമയത്ത്, നീട്ടുന്ന സമയത്ത്, മണിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നല്ല സാവകാശമുള്ള ഓത്തിൻ്റെ മോഡായിരിക്കും നമ്മൾ. അല്ലാതെ ഓതുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് ഓതി പോകണം, അങ്ങനെ പ്രശ്നം പൊതുവെ ഉണ്ടാകാറുണ്ട്. ആ അതെ, അത് എന്താ നിർബന്ധമാണ് എന്നാണ് കൂടുതൽ സ്കോളേഴ്സും പറയുന്നത്. അങ്ങനെ എല്ലായിടത്തും ഒരേ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നല്ലത്. ഇടയ്ക്ക് ഇങ്ങനെ സ്പീഡിൽ പോകും, പിന്നെ ഇങ്ങനെ സ്ലോ ഡൗൺ ആവും, അങ്ങനെ പറ്റൂല. എല്ലാ സ്ഥലത്തും ഒരേ സ്പീഡ് തന്നെ കീപ്പ് ചെയ്യണം, എന്നാലേ തജ്വീദിൻ്റെ നിയമം പെർഫെക്റ്റ് ആവുള്ളൂ. ആ ടോൺ ചേഞ്ച് ചെയ്യാതെ ഇങ്ങനെ ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലാത്തതുകൊണ്ട്. ആ അത് ടോണിൻ്റെ കാര്യത്തിലുണ്ട്, സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരേപോലെ ആയാലും നമുക്ക് ഒതൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ടോണ് ചില ആളുകൾ അത്രയും എന്താ സൂക്ഷ്മ വലിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറാൻ പറ്റില്ല. അതായത് വേരിയേഷൻ ഉണ്ടല്ലോ, അതും പറ്റാതെ അഷ്ഹദ്തുഹും ഖൽഖസ്സമാവാതി വൽ അർദ വലാ ഖൽഖ അൻഫുസിഹിം. ഒരക്ഷരത്തിന് ഒരേ പിച്ച് മാത്രം, പിച്ച് വേരിയേഷൻ ഉണ്ടാകാൻ പറ്റില്ല. വലല്ലാ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതൊരു തന്നെ വലല്ലാലീൻ അങ്ങനെ പോകുമ്പോൾ നമുക്കതൊരു ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നും. കൂടുതൽ ആളുകൾ കൊടുക്കും, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ ചെയ്യുന്ന ആൾ തന്നെയാണ്. അങ്ങനെ ഒരു നല്ലൊരു അഭിപ്രായം കൂടെ ഉണ്ട് അതിൽ. പക്ഷേ അങ്ങനെ അത് കൂടുതൽ സംഗീതത്തിലേക്ക് പോകുമെന്നുള്ളൊരു പേടി കൊണ്ട് പറയണതാണ്. ഓവറായാൽ ഒക്കെ പ്രശ്നമല്ലേ. അമിതമായാൽ അമൃതവും വിഷ എന്ന് പറഞ്ഞത്, അത് ഓവറാക്കിയാൽ നമുക്കത് എന്താ അങ്ങനെ ഫീൽ ചെയ്യാം. മറ്റൊരു പാട്ട് പാടുന്ന പോലെ എന്താ കേൾക്കുമ്പോൾ നമുക്ക് ഖുശൂ കിട്ടൂല, നമുക്ക് അർത്ഥത്തിലേക്കല്ല നമ്മൾ ഇത് പോവുക, നമ്മുടെ മൈൻഡ് പിന്നെ അങ്ങനെ സംഗീതത്തിൽ അങ്ങനെ പോവുക. ആ ഒരു പാട്ട് മാതിരിയാകുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഇറിറ്റേഷൻ തോന്നും. അത്ര പാട്ടാക്കുമ്പം നമുക്ക് ഫീൽ ചെയ്യില്ല, പ്രയാസം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അത്രയും എന്താ നിങ്ങളതാ സ്ലോയില് അത് കേൾക്കുമ്പോൾ നമുക്ക് തെജീദ് പഠിക്കാൻ തന്നെ തോന്നും. ചിലത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തെജീദൊന്നും മനസ്സിലേക്ക് വരില്ല. നിങ്ങളതേക്കോളെ خلق لام سكون خلق أشهدتهم لام سكون خلق أشهد അവിടെയും ലാമിന് സുക്കൂന് ഖൽഖ. അങ്ങനെ നിർത്തുമ്പോൾ ആ മധ്യവകൾ രണ്ടിൻ്റെ മുകളിൽ പോകും. അബൂദ
ولا خلق أنفسهم وما كنت متخذ المضلين عضدا ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا ആഹാ ഒരു ശാസ്ത്രത്തിൽ തന്നെ നോക്കാം അല്ലേ അപ്പോൾ അമ്മ കുന്തു ഒന്നുകൂടെ ഒന്ന് പറയും. وما كنت متخذ المضلين عضدا ശരി, നേരത്തെ ഒമ കുന്തു എന്നായ പോലെ തോന്നി. തു ما خ പരത്തിപ്പോയി. ഖ ഇസ്തിഅല ഖ. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا ശരി. ഈ അൻഫുസിഹിം എന്നുള്ളത് മൂന്ന് കുറച്ച് മറിച്ച് ആ ഇഖ്ഫ അവ്യക്താക്കിയിട്ട് അവിടെ അൻഫുസിഹിം ആവാൻ പാടില്ലല്ലോ. അൻഫുസിഹിം അല്ല, ഫു ഇഖ്ഫാകളൊക്കെ അടുത്ത അക്ഷരം എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത്, അതിൻ്റെ മഖ്റജ് എവിടെയാണോ അതിൻ്റെ അടുത്ത് പോയിട്ട് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് നിൽക്കുകയാണ് ന്യൂനിനെ. ഫ ഫ പറയേണ്ടത് ഇവിടെ. അപ്പോൾ ഫു ഫു നാവ് മുകളിൽ തട്ടരുത്. അപ്പോൾ അൻ എന്നാവും. അല്ല അല്ല ഫു, ഇത്രയേ ഉള്ളൂ. ഓരോ അക്ഷരം അടുത്ത അക്ഷരം ഏതാണോ അതിനനുസരിച്ചാണ് ഇഖ്ഫ പറയേണ്ടത്. അപ്പോൾ അടുത്ത അക്ഷരം ഇസ്തിഅലാൻ്റെ അക്ഷരമാണെങ്കിൽ ആ ഇഖ്ഫായിനും ഒരു കനുണ്ടാവും. അവിടെ അൻഫുസിഹിം ആയ തെറ്റില്ല. അൻഫുസിഹിം ഇതൊക്കെ ഇതെങ്ങനെ ഓതിയാലും എന്താ അർത്ഥം മാറുന്ന പ്രശ്നമല്ല. അതുകൊണ്ടൊക്കെ ഒക്കെ ജലീലായിട്ടുള്ള ചെറിയ കാര്യമാണ് ഇതൊക്കെ. ശരിക്കും നമ്മൾ കൂത്തു താണ് കൂത്തു, അപ്പോൾ അതിന് പറയാൻ രൂപത്തിൽ ഇഖ്ഫ പറയാം. അടുത്തായിട്ട് നോക്കാം. ويوم يقول نادوا شركائي الذين زعمتم فدعوهم. എല്ലാവരും നോക്കൂ. ويوم يقول نادوا شركائي الذين زعمتم فدعوهم عيننا فتحنا فدعوهم لا فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم
فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. അവിടെ വയൗമ തുടക്കം തന്നെ വ ആണ്. ഇഷ്മാം ചുണ്ട് കൂർപ്പിച്ചിട്ട് വയൗമ യഖൂലു നാദൂ. നാദൂ എന്നുള്ളിടത്ത് മദ്ദു അസ്ലിയാണോ ഫറയാണോ? മദ്ദു അസ്ലി തന്നെയാണ് അല്ലേ. ഒരു നാദൂ എന്നുള്ള വാവ് മദ്ദിൻ്റെ ഹർക്കത്തായിട്ട് നീട്ടണം. പിന്നെ അടുത്ത അലിഫിൻ്റെ മുകളിൽ ആ റൗണ്ട് ഉണ്ട്, അതുകൊണ്ട് അത് പരിഗണിക്കേണ്ട. അപ്പോൾ ഒരു വാവിൻ്റെ ഒരു മദ്ദിൻ്റെ ഹർഫ് തന്നെയാണ് നീട്ടേണ്ടത്. നാദൂ ഷുറക്കാഇയ. ഷുറക്കാഇയ എന്നുള്ളിടത്ത് മദ് മുത്തസിലാണോ മുൻഫസിലാണോ? ആണോ? ഷുറക്കാഇയ എന്നുള്ളത് മദ് മുത്തസിലാണോ മുൻഫസിലാണോ? ഒറ്റ വാക്കാണോ? എങ്ങനെ മുൻഫസിലായത്? അതൊറ്റ വാക്കാണോ എന്നാണ് നോക്കേണ്ടത്. ആണോ? ഒറ്റ വാക്കാണോ മനസ്സിലാവണില്ല? അതാണോ മനസ്സിലാവാത്തത്? ഒറ്റ വാക്കാണോ എന്നുള്ള മനസ്സിലാവും. ആ ഷുറക്ക എന്നുള്ളൊരു വാക്കും ഈ എന്നുള്ളൊരു വാക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇതൊറ്റ ഷുറക്ക എന്നുള്ള ഒറ്റ വാക്ക്. അത് ഷുറക്ക എന്നുള്ളതൊരു വാക്കും ഈ എന്നുള്ളതൊരു വാക്കും ആവാൻ സാധ്യത കാണുന്നില്ലല്ലോ, ഉണ്ടോ? ഇല്ല. ഷുറക്ക എന്നുള്ളത് ഒറ്റ വാക്കാണ്, അത് മുത്തസിൽ. ഓക്കെ, അതാണ് സംശയം അല്ലേ? അത് ഒരു വാക്കാണല്ലേ എന്നുള്ളത്. കുറച്ചൊരു അറബിയായിട്ട് ടച്ച് ആയതിനനുസരിച്ചാണ്ട് അത് എളുപ്പമാവും. ഷുറക്ക ഈ ജംഅ് ആണ് ഷുറക്ക. ഇത് ഒന്നിച്ച് എഴുതണം എന്നുള്ള റൂളല്ല, ഒരു വാക്കാവുന്നതാണ്. ആദ്യത്തെ മാ അഷ്ഹത്തു എന്നുള്ളത് സംശയമല്ലല്ലോ. മാ എന്നുള്ളതൊരു വാക്കാണ്. മാ അഷ്ഹത്തു എന്നുള്ളടുത്ത വാക്കാണ്. അങ്ങനെ പറഞ്ഞു നോക്കിയാൽ കിട്ടും. ശുറക്കാഇയല്ലദീന സഅംതും ഫദഅൗഹും ഫലം യസ്തജീബൂ ലഹും. അവിടെയൊക്കെ നേരത്തെ പറഞ്ഞ വാവ് ആണ് മദ് അസ്ലിയാണ്. ലഹും വജഅൽന ബൈനഹും എന്നുള്ളത് ഏതാ നിയമം? ഇദ്ഗാം ശഫവി, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം മുത്തജാനിസൈൻ, ഒരേ ജിൻസിൽപ്പെട്ട ഒരേ അക്ഷരങ്ങൾ ആണ് മണിക്കുന്നത്. ശരി, ഒന്നുകൂടെ ആയത്തൊന്ന് ഒന്നിച്ചെന്നോ, എല്ലാവരും ഒന്ന് കൂടെ മതി. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ഫലം യസ്തജീബൂ ലഹും. അവിടെ വാവിനെ മാത്രമാണ് പരിഗണിക്കേണ്ടത്. മദ് അസ്ലി തന്നെ, സാധാരണ മദ്. യസ്തജീബൂ ലഹും രണ്ട് ഹർക്കത്താണ് അവിടെ നീട്ടേണ്ടത്. ജി എന്ന് നീട്ടുന്ന പോലെ തന്നെ ബൂ, രണ്ടും ഒരേ അളവിൽ. ശരി, നേരെ തുടങ്ങുക. നിങ്ങൾ തുടങ്ങിക്കോളി ഈ ആയത്ത്. വദഉ അല്ല ഫദഉഹും. മൗബിഖ ഇസ്തിഅലാ കുറച്ചും കൂടെ ഒരു മൗബിഖ. അവിടെയും അവസാനത്തെ മദ് എന്തായിരുന്നു? മദ് അസ്ലി ഏതായിരുന്നത്? മദ് ഇവദ്. മദ് അസ്ലിയിൽപ്പെട്ട മദ് ഇവദാണിത്. ഇല്ല ഇല്ല,
ഇല്ല. ഏതക്ഷരത്തിലാണ് നിർത്തുന്നത്? ഖാഫല്ല, ഖാഫല്ല അവിടെ അലിഫ, അലിഫാണ്. അലിഫിൽ സുക്കൂൻ കൊടുത്താൽ നിർത്തണം. മൗബിഖ. അപ്പോൾ കൽക്കല വരില്ല. കൽക്കല വരണമെങ്കിൽ ഖാഫിന് സുക്കൂൻ വരണം. ഇത് ഖാഫിന് സുക്കൂനല്ല, ഖാഫിന് ഫത്ഹ് കൊടുത്തിട്ട് അലിഫിലാണ് നമ്മൾ നിർത്തുന്നത്. അവസാനത്തെ അക്ഷരം ഖാഫല്ല. അവസാനത്തെ അക്ഷരം ഈ ഖുത്തുബുജ്ജദ് വരുമ്പോഴേ കൽക്കല ആവുള്ളൂ. അങ്ങനല്ലേ? മൗബിഖ് എന്നാണെങ്കിൽ കൽക്കലയാവും. ഇതങ്ങനല്ലല്ലോ. മൗബിഖ. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. شيء. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. يوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. بسم الله الرحمن الرحيم. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ഒരായത്തും കൂടെ എടുക്കാം. ورأى المجرمون النار فظنوا أنهم مواقعوها. എല്ലാവരും നോക്കുക. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا.
ورأى المجرمون النار فظنوا أنهم واقعوها ولم يجدوا عنها مصرفا അവിടെ ഒരു കൽക്കല വന്നിട്ടുണ്ട് ഈ ആയത്തിൽ. എവിടെ? മുജി. യെസ്. മുജ്രിമൂന എന്ന് പറയരുത്, വ്യത്യാസം അതാണ്. മുജ്രിമൂന എന്ന് പറയുമ്പോൾ കൽക്കല കൊടുക്കണില്ല. മുജ്രിമൂന എന്ന് പറയുമ്പോൾ കൽക്ക. വറഅൽ മുജ്രിമൂന النار നൂൻ ശദ്ദ് ഇദ്ഗാമുണ്ട്. ഫظنوا അവിടെ വീണ്ടും ഇദ്ഗാമുണ്ട്. വظنوا അന്നഹും രണ്ട് വാക്കിലല്ലേ? ഉറപ്പ്. രണ്ട് വാക്കിലെ സംശയമല്ല. രണ്ട് വാക്ക്. അപ്പോൾ ഏതാ മദ് ഏതാണത്? മദ് ഫറഇയാണ്. ഫറഇൽപ്പെട്ട ഏതാ? നിയമത്തിൻ്റെ പേരെന്താ? മുൻഫസിൽ. മദ് മുൻഫസിൽ. അന്നഹും മുത്തസിൽ കൂടി ചേർന്നത്, മുൻഫസിൽ വേറിട്ട് നിൽക്കുന്നത്. അന്നഹും ഷദ്മെന്ന് വരുന്നത് മദ് ലാസിം വലുത് അൽഹാഖ അതല്ലേ ഇവിടെ? മണിക്കാനുണ്ട് തുടക്കത്തിലല്ലേ? അന്നഹും എന്നുള്ളിടത്തല്ലേ? മുത്തസിൽ വേറിട്ട് നിൽക്കുന്നത്. അന്നാറ എന്നുള്ളിടത്ത് നൂനിന് ശബ്ദ് മണിക്കാനുണ്ട്. അന്നഹും നൂനിന് ശബ്ദ് മണിക്കാനുണ്ട്. പിന്നെ വീണ്ടും മീമിന് സുക്കൂന് ശേഷം വീണ്ടും മീമ് വന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് നിയമം? ഇദ്ഗാമാണത്. അതുകൊണ്ട് ഇദ്ഗാം ഷഫഈ. ഇദ്ഗാമിൽ 3 ഇദ്ഗാമുകളുണ്ട്. 3 ഇദ്ഗാമുകളുണ്ട്. അല്ല, ആ കാറ്റഗറി അല്ല. ഇദ്ഗാം മുതമാസിലൈൻ, മുതജാനിസൈൻ. ഇത് പഠിച്ചതാണോ? ഇതൊന്നും കൂടെ. മുതഖാരിബൈൻ. ഇപ്പോൾ വന്നത് മുത്തമാസിലൈനിയാണ്. മുത്തമാസില പറഞ്ഞാൽ സെയിം ലെറ്റേഴ്സ്. ആദ്യം സുക്കൂന് പിന്നെ ഹർക്കത്ത്. ഇപ്പോൾ ഇവിടെ വന്നു അന്നഹും മുവാഖിഉഹ. അപ്പോൾ അത് രണ്ടും ആദ്യം സുക്കൂനുള്ള മീമ് വന്നു, പിന്നെ ഹർക്കത്തുള്ള മീമ് വന്നു. അന്നഹും മു. അപ്പോൾ അത് രണ്ടും കൂട്ടിച്ചേർക്കും. ഇത് മീമായതുകൊണ്ട് മണിക്കും ചെയ്യും. കൂട്ടിച്ചേർക്കുമ്പോൾ സാധാരണ ഷദ്ദ് വരും, അത്രയേ ഉള്ളൂ. മുത്തമാസിലൈനി സെയിം ലെറ്റേഴ്സ്. സെയിം ലെറ്റർ കൂട്ടിച്ചേർക്കുമ്പോൾ ശരിക്കും എന്താ വരിക? ആദ്യത്തെ അക്ഷരം പിന്നെ ഉച്ചരിക്കൂല. ഇദ്ഗാമുകളൊക്കെ കേട്ടോ. ഇദ്ഗാമിൻ്റെ പൊതുവേ ഉള്ള നിയമം ആദ്യത്തെ അക്ഷരം സുക്കൂനായിരിക്കണം. ആ സുക്കൂനുള്ള അക്ഷരം പിന്നെ ഉച്ചരിക്കൂല, അടുത്ത അക്ഷരം ഉച്ചരിക്കുള്ളൂ. പക്ഷേ അടുത്ത അക്ഷരത്തിന് ആദ്യത്തെ അക്ഷരത്തിൻ്റെ ഒരു പ്രസൻസ് ആയിക്കൊണ്ട് ഒരു ഷദ്ദ് വരും, അത്രയേ ഉള്ളൂ. ആദ്യത്തെ അക്ഷരം ഉച്ചരിക്കാതെ അടുത്ത അക്ഷരത്തിലേക്ക് ഒരു ഷദ്ദാണ് കൊടുക്കും. അപ്പോൾ അന്നഹും മുവാഖിഉഹ എന്നുള്ളത് ആദ്യത്തെ അക്ഷരത്തെ ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ അക്ഷരത്തിന് ഷദ്ദ് കൊടുത്തു. അന്നഹു കഴിഞ്ഞിട്ട് ഷദ്ദുള്ളൊരു മീം ഉച്ചരിക്കുകയാണ്. അപ്പോൾ അവിടെ മീമായതുകൊണ്ട് മണിക്കുണ്ട്. രണ്ടും ഒരേ അക്ഷരങ്ങൾ. മുത്തജാനിസ എന്ന് പറഞ്ഞാൽ ഒരേ ജിൻസിൽ പെട്ട അക്ഷരങ്ങൾ. ജിൻസ്, മുത്തജാനിസ്, ഒരേ ജിൻസിൽ പെട്ട 2 അക്ഷരങ്ങൾ. ഒരേ ജിൻസിൽ എന്ന് പറഞ്ഞാൽ ഒരേ മഖ്റജ് പക്ഷെ 2 സിഫത്തുകൾ, 2 അക്ഷരങ്ങൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ശരിക്കും ഞാൻ മുത്തഖാരിബൈൻ എന്നാണ് പറഞ്ഞത്, പക്ഷെ അത് മുത്തജാനിസൈനായിരുന്നു. അഷ്ഹത്തുഹും റുദിത്ത. ഓക്കെ. ദാല് ത രണ്ടും ഒരേ മഖ്റജ. ദ ത ഈ ഊനിൻ്റെ അവിടെ നിന്ന് ആവശ്യച്ചിട്ടാണ് ഒരേ മഖ്റജ് വ്യത്യസ്ത അക്ഷരങ്ങളാകുമ്പോഴാണ് മുത്തജാനിസൈന്. ജിൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെയും അഷ്ഹദ് മിസ്ല ഒരേ. ഇപ്പോൾ കണ്ടത് അന്നഹുമ്മു
ഒരേ അക്ഷരങ്ങൾ വരിക. ഇപ്പോൾ അത് വേറെ എവിടെ ഉള്ളത്? റബിഹദ് തി, അത് ദാലും താ, അതൊക്കെ ഇതാണ് മുത്തജാനിസൈൻ, ഒരേ മഖ്റജാണ്. ദാത്ത ഇത് വലംതും, ഇത് വലംതും രണ്ടും ഒരേ മഖ്റജാണ്. അതൊക്കെ മുത്തജാനിസൈനാണ്. മുത്തഖാരിബൈനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അലം നഖ്ലുക്കും, ഖാഫ് കാഫ്, ഖാഫ് കാഫൊക്കെ എടുത്തെടുത്ത് മഖ്റജുള്ള അക്ഷരങ്ങളാണ്. മുത്തഖാരിബിൻ, ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണല്ലോ. അപ്പോൾ മുത്തഖാരിബിൻ അടുത്തടുത്ത് മഖ്റജുള്ള രണ്ടക്ഷരങ്ങൾ വരുമ്പോൾ കൂട്ടിച്ചേർക്കുന്നതിനാണ് ഇദ്ഗാം മുത്തഖാരിബൈൻ എന്ന് പറയുന്നത്. അഷ്ഹദത്തു എന്നുള്ള ദാത്ത ഒരേ മഖ്റജാണ്. ഒരേ മഖ്റജാണെങ്കിൽ മുത്തജാനിസൈനാണ്. ജിൻസ്, ഒരേ ജിൻസ്, ഒരേ ടൈപ്പ്, ഒരേ കാറ്റഗറി ഇനത്തിൽപ്പെട്ട സാധനങ്ങളാണ് മുത്തജാനിസൈൻ. ഈ വാക്ക് നോക്കിയാൽ മനസ്സിലാവും. മിസ്ല എന്ന് പറഞ്ഞാൽ പോലെ, ഒരേപോലെ. മിസ്ല എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരങ്ങളാണ്. ഒരേപോലെയുള്ള ഒരേ അക്ഷരം ആണ് മുത്തമാസിലീൻ. മുത്തജാനിസൈൻ ഒരേ ജിൻസിൽ പെട്ട, ഒരേ മഖ്റജിൽ പെട്ട അക്ഷരങ്ങൾ. ദാല് താ, അതുപോലെ ദാല് ബാ, ഇതൊരേ ജിൻസിൽപ്പെട്ട അക്ഷരങ്ങളാണ്. ദാല് താ ഒരേ ജിൻസിൽപ്പെട്ട അക്ഷരങ്ങളാണ് അല്ലേ. അതുപോലെ സ, ഇതൊക്കെ മുത്തജാനിസൈൻ. ഈ അക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്യുമ്പോൾ ഇതൊക്കെ മുത്തജാനിസൈനാണ്. കാരണം ഇത് ഒരേ മഖ്റജാണ്, ഒരേ ജിൻസാണ്. മുത്തഖാരിബൈൻ്റെ ഉദാഹരണങ്ങൾ ഖാഫ് കാഫ്. അടുത്തടുത്ത്, ഖരീബ് അടുത്തടുത്ത് മഖ്റജുള്ള അക്ഷരങ്ങൾ ആകുമ്പോൾ മുത്തഖാരിബൈനി. ഇവിടെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇതൊന്നും ഇങ്ങനെ വാക്കുകളും കാര്യങ്ങളും പഠിക്കാതെ തന്നെ എളുപ്പത്തിൽ മനസ്സിലാവാൻ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുത്തിട്ടുണ്ടാവില്ല, സുക്കൂൻ ഇട്ടിട്ടുണ്ടാവില്ല. സാധാരണ സുക്കൂന് ഉള്ള അക്ഷരങ്ങൾ സുക്കൂൻ കൊടുക്കുമല്ലോ, ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇത് വലംതും എന്നൊക്കെ, ഇത് വലംതും അടുത്ത അക്ഷരത്തിന് ശബ്ദം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം ഈ അക്ഷരത്തേക്ക് ലയിപ്പിക്കാനുള്ളതാണെന്ന്. അല്ലെങ്കിൽ ഇവിടെ സുക്കൂൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അലം നഖ്ലുക്കും, അലം നഖ്ലുക്കും എന്നുള്ളത് നഖ് ഖാരിബിൻ, ഖാഫ് കാഫ് മുത്തഖാരിബിൻ. ഇവിടെ എങ്ങനെ കൊടുത്തിട്ടുണ്ടാവും? അലം നഖ്ലുക്കും, ഖാഫിനൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല, സുക്കൂനൊന്നും കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിക്കാനുള്ളതായിരിക്കണം. അപ്പോൾ അലം നഖ്ലുക്കും ഓതുമ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ പാടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ ഓതുന്ന സമയത്ത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഖുർആനിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, സിമ്പിളാക്കാൻ വേണ്ടി. എങ്ങനെ അത് ആ ഒരു ലെവലിലേക്കാണ് എത്തിയാൽ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്ന ലെവലിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ ഇത് കാമുകൾ ورأى المجرمون النار فظنوا أنهم مواقعوها. ഒന്നുമില്ലാരും ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. വ ഇഷ്മാം ചുണ്ട് കൂർപ്പിച്ച് പറയാം. റ റ പറയുമ്പോൾ തഫ്ഖീം റ റ എന്ന്, റ മലയാളത്തിൽ പറയുന്ന റ എന്ന് പരത്തിയിട്ട് പറയാതെ റ വറ അല്ല, വ റ വ റ അൽ മുജി, ജീമിന് കൽക്കല കൊടുത്തിട്ട് മുജിരിമൂനന്ന നൂനിന് ശബ്ദ് മണിച്ചിട്ട് ഫളന്നു വീണ്ടും നൂനിന് ശബ്ദ് മണിക്കാനുണ്ട്. ഫളന്നു അന്നഹും എന്നുള്ളത് മദ്ദ് ഏതായിരുന്നു? മദ്ദ് മുത്തസിലോ മുൻഫസിലോ? മുൻഫസിലാണ്. അതെ. അന്നഹും എന്നുള്ളത് വീണ്ടും നൂനിന് ശബ്ദം മണിക്കാനുണ്ട്. ഹുമ്മു എന്നുള്ളത് ഇദ്ഗാം മുത്തമാസിലേനിയാണ്, അതും അവിടെ മീമിന് ശബ്ദം വന്നതുകൊണ്ട് മണിക്കാനുണ്ട്. വലം യജിദു അൻഹ മസ്രിഫ ഒക്കെ മദ്ദ് അസ്ലികൾ. വലം യജിദു അൻഹ മസ്രിഫ ഒക്കെ മദ്ദ് അസ്ലികൾ. ഓക്കെ, ഇനി അതും കൂടെ ഒന്ന് ഓതിയിട്ട് നമുക്ക് നിർത്താം അല്ലേ. അൻഹ എന്താ നിയമം? അൻഹ ഇഖ്ഫാ അല്ല, ഇൽഹാർ. ഇൽഹാർ. ആ നൂനിന് സുക്കൂന് കൊടുത്തേക്കണ്.
നൂനിന് സുക്കൂൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇൽഹാറായതുകൊണ്ടാണ് മാത്രമാണ്. ഇൽഹാറാകുമ്പോൾ മാത്രമേ നൂനിന് സുക്കൂന് കൊടുക്കുള്ളൂ, അല്ലെങ്കിലൊക്കെ നൂനിന് സുക്കൂൻ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ വ്യക്തമായിട്ട് അൻഹ അൻഹ നൂന് വ്യക്തമായിട്ട് കേൾക്കണം എന്നുള്ളതാണ്. നാവ് മുകളിൽ തട്ടിയിട്ട് ഓതണം. ആ എത്തും കൊണ്ടൊന്ന് ഓതിയിട്ട് നിർത്താം അല്ലേ? മതി. ورأى المجرمون റാ കുറച്ചും കൊണ്ട് തഫ്ഖീം. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. മുസ്രി അല്ല. ഓക്കെ. റായിന് കസ്ർ വരുമ്പോൾ തഫ്ഖീം അല്ല, തർക്കീഖാണ്. റായിന് കസ്ർ വരുമ്പോൾ റീ എന്ന് പറയില്ല, മസ്രി. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. യജിദു അൻഹല്ല, വാവിൻ്റെ ഹർക്കത്ത് അത്ര നീട്ടും വേണ്ട എൻ്റെ ഇടയിൽ. അപ്പം നീട്ടിയില്ല. വലം യജിദു അൻഹ. ആ ശരി. ഫളന്നു നൂൻ ശബ്ദം മണിക്കാൻ. കഴിയുണ്ടല്ലേ? കഴിയും കിട്ടും. واقعوها ولم يجدوا عنها مصرفا. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. മുസ്ലില്ല മസ്രിഫ. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. അൻഹ എന്നുള്ള മണിക്കൽ വരാതെ നോക്കാം. അൻഹ. ولم يجدوا عنها مصرفا. ഓക്കെ.
മദ്ദുകളുടെ നിയമം ഒന്ന് എഴുതിയിട്ടുണ്ട്. മദ്ദുകളൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ അല്ലേ? എല്ലാ മദ്ദുവായില്ലേ? ഓക്കെ, അവസാനിപ്പിക്കാമല്ലോ. നമ്മൾ എഴുതിയല്ലേ കഴിഞ്ഞ ദിവസം മുഴുവൻ എഴുതിയത് നിങ്ങൾ ലാസം മദ് എഴുതിയത് നോക്കി. മദ് ലാസം മദ് മുൻഫസിൽ മദ് ആരിദ് ലിസ്സകൂൻ മദ്ദുസില അല്ലേ? الكبرية അൽ കുബ്ര. മദ്ദുസില അൽ കുബ്ര, മദ്ദുസില സുഹറ. ആ ഹർക്കത്തിന് മദ്ദുൽ ബദൽ. ആ ബദൽ. ഇടാതെ ശീലമായിട്ടേ. മദ്ദുസില ഇത് രണ്ടെണ്ണം കുബ്ര സുഹറ ഉണ്ട്. ഒന്ന് മദ്ദുല്ലീനുണ്ട്, മദ്ദുലാസിം. മദ്ദുലീന് എന്താ ഇതോടുകൂടി അവസാനിക്കും. അവസാനത്ത് ഇനി ഇതാ ഒന്നും കൂടെ ബാക്കിയുണ്ട്. ആ അസ്ലി ഫറയൊക്കെ ഇതിലുണ്ട്. ആ അത് പേരുകൾ ലാസിം എഴുതി. ആ അത് രണ്ടുണ്ട് ഇതിലുണ്ട്. ആരിൽ ഇപ്പം എല്ലാ മദ്ദുകളും ഇതിലുണ്ട്. ഇത്ര മദ്ദുകളേ ഉള്ളൂ. ഇതിൽ തന്നെ തുടക്കത്തിലെ രണ്ടെണ്ണം മദ്ദു അസ്ലിയാണ്. ഇത് രണ്ട് മദ്ദു ബദൽ എന്ന് പറഞ്ഞാൽ ഹംസക്ക് ശേഷം അലിഫ് വരുന്നതിനാണ് മദ്ദു ബദൽ എന്ന് പറയുന്നത്. ആമനു, അല്ലദീന ആമനു, അതൊക്കെ മദ്ദു അസ്ലിയാണ്. നോർമൽ നീട്ടലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവും. അത് മദ്ദു അസ്ലിയിൽ തന്നെയാണ്. നമ്മളെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇതിൽ തന്നെ മദ്ദു അസ്ലിയിലാണ് ഇത് രണ്ടും. മദ്ദു ഇവദും അവസാനിക്കുന്നത് ഇന്ന് നമ്മൾ കുറേ പറഞ്ഞു മദ്ദു ഇവദ്. ഈ സൂറത്തിൽ ഏകദേശം എല്ലാ ആയത്തും അവസാനിക്കുന്നത് മദ്ദു ഇവദിലാണ്. അവസാനത്തിൽ ബദല ഒരലിഫിൻ്റെ ഒരു ഹർക്കത്ത് മാത്രം. മസ്രിഫ ഏത്? ആ അത് അത് ഇതാണ്. അത് വേറെ മദ്ദ. ആ ഏതാണെങ്കിലും ഫത്താണെങ്കിലും കസ്റാണെങ്കിലും ഒക്കെ ആ ഒരലിഫ് അല്ലെങ്കിൽ ഒരു വാവ് ഒരു യാ അങ്ങനെ മാത്രം. മദ്ദു ഇബദ്. മദ്ദു ബദൽ പറഞ്ഞാൽ ഇത് മാത്രം. ഹംസക്ക് ശേഷം അലിഫ്. പിന്നെ ഇതൊക്കെ അറിയണേ. മദ്ദു മുൻഫസിൽ അറിയാം, മദ്ദു മുത്തസിൽ അറിയാം. ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ 6 നമ്മുടെ മദ്ദു ഫറഈൽ വരുന്നത്. സാധാരണത്തിൽ കവിഞ്ഞ് നീട്ടാനുള്ള മദ്ദുകൾ ഈ 6 ഉള്ളൂ. ആലമീൻ ഇതത് മദ്ദുൽ ആരിദ് ലിസ്സുക്കൂൻ. വഖഫിൽ നമ്മൾ നീട്ടിയിട്ട് നിർത്തുന്ന ഭാഗങ്ങൾ വഖഫിൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിദ് ലിസ്സുക്കൂൻ. പിന്നെ മദ്ദു സില നമ്മൾ പറഞ്ഞു. അതിൽ മദ്ദു സില കുബ്ര ഉണ്ട്, സുഹറ ഉണ്ട്. സുഹറ എന്ന് പറഞ്ഞാൽ ചെറിയ മദ്. ഇതൊക്കെ മറ്റേ പ്രോനൗണിൻ്റെ ളമീറിൻ്റെ ഭാഗമായിട്ട് വരുന്ന മദ്ദുകൾക്കാണ് മദ്ദു സില എന്ന് പറയാം. കുഞ്ഞ് എന്താ വാവ് കുഞ്ഞിയായ ചെറുതായിട്ട് എഴുതുന്ന അതിനാണ് മദ്ദു സില എന്ന് പറയാം. അതിന് തൊട്ട് ശേഷം ഹംസയാണെങ്കിൽ എന്താവും? അതുപോലെ തന്നെ കുബറയാവും. അതിനുശേഷം ഹംസ അല്ല എന്നുണ്ടെങ്കിൽ എന്താവും?
സുഹറാം ചെറുതാം ചെറിയ മദ് കൊടുത്താൽ മതി. സാധാരണ ഒരു നീട്ടൽ കൊടുത്താൽ മതി, ഒരു അലിഫിൻ്റെ ഹർക്കത്ത്. ഇത് ശരിക്ക് നീട്ടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറും, മദ് മുൻഫസിലിൻ്റെ ഭാഗമായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ സില എന്താ അമ്രുഹു ഫുറുത്ത, അമ്രുഹു എന്നുള്ളിടത്ത് ഇവിടെ അങ്ങനെ ഒരു കുഞ്ഞു വാവ എഴുതിയിട്ടുണ്ടാവും, ഫുറുത്ത. ഈ ഹാന് ശേഷം ഇങ്ങനെ എഴുതുന്ന ചെറിയ വാവാണ് മദ്സില ബേസിക്കലി. ഇനി അതിന് ശേഷം അമ്രുഹു അമ്ര എന്നാണെങ്കിൽ, അമ്രുഹു അമ്ര എന്നാണെങ്കിൽ ഈ വാവിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മദ്ദിൻ്റെ ചിഹ്നം കൊടുത്ത് കാണും. അപ്പോൾ അത് മദ്സില കുബ്രായി. അമ്രുഹു അമ്ര എന്ന് നീട്ടാൻ വരും. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ വാവ് എഴുതുന്നതിനാണ് സീല എന്ന് പറയാം. അപ്പോൾ സീല. മദ്ദുൽ ലാസിമ് നമുക്കറിയാം, വലദ്ദാല്ലീൻ അൽഹാഖ, അത്. മദ്ദുൽ ലീന് ലീലാഫി ഖുറൈശ് അസ്സൈഫ് ബൈത്ത്, അതൊക്കെ കുറച്ച് റയറായിട്ട് വരുന്ന മദ്ദുൽ ലീന് വളരെ കുറവാണ്. അതും ഇത് രണ്ടും ഓപ്ഷനുള്ളതാണ്, 2, 4, 6 ഓപ്ഷനുള്ളതാണ്. മദ് ആരിദ് സുക്കൂൻ ഒരുപാടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ വലദ്ദാല്ലീൻ, അതൊക്കെ മദ് ആരിദ് സുക്കൂൻ. ബുറൂജ് ഏകദേശം സൂറത്തുകളുടെ അവസാനത്തിൽ അതുണ്ടാവും. അത് ഇതാണ് മദ് ഇവലാണ്. ഇല്ല, ലീനുണ്ടോ അവിടെ? ഇല്ല. ലക്കനൂദ് അതല്ലേ. ബദൽ പറഞ്ഞാൽ എന്താ, മദ് അസ്ലിയിൽപ്പെട്ട ഒരു സാധനമാണ്, അതിന് പേര് കൊടുത്തു എന്നുള്ളൂ. ശരിക്കും അത് നമ്മൾ വലിയ മദ് അസ്ലിയാണ്. ആമനു, ആ ഹംസക്ക് ശേഷം അലിഫ് വന്നാൽ മദ് ബദല, അതിന് മദ് ബദൽ എന്ന് പറയാം. ശരിക്കും അതെന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവുക ചെയ്യണല്ലേ. ശരിക്കും അലിഫിന് ശേഷം ഹംസ വന്നാൽ മദ്ദല്ലേ, മദ് മുത്തസിൽ മുൻഫസിലൊക്കെ. അലിഫിന് ശേഷം ഹംസ വരുമ്പോൾ എന്താവും, മാ സമാ എന്നൊക്കെ മദ് വരുന്നുണ്ടല്ലോ. ഇതതിൻ്റെ ഓപ്പോസിറ്റ്, ഹംസക്ക് ശേഷം അലിഫ്. അവിടെ ശരിക്കും നീട്ടേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ശരിക്ക് മദ് അസ്ലിയാണ്, ഓവർ നീട്ടൽ വരില്ല, സാധാരണയിൽ കവിഞ്ഞ നീട്ടൽ അവിടെ വരില്ല എന്നുള്ളതാണ് മദ് ബദൽ. അല്ലതിന് ആമനും ചിലപ്പോൾ അതിങ്ങനെ എഴുതും, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. മദ് ബദൽ ഇങ്ങനെ എഴുതും. ഈ ചിഹ്നം കണ്ടാലൊക്കെ നമ്മൾ നീട്ടലല്ലേ, പക്ഷേ ഖുർആൻ എന്നുള്ളത് നമ്മൾ നീട്ടുമോ? ഖുർആൻ ആണോ? അല്ല. കാരണം എന്താ, മദ് ബദല. മദ് ബദലുകൾ ചിലപ്പോൾ ഇങ്ങനെ മദ് ഇട്ടാണ്ട് എഴുതും, ഹംസ എഴുതാതെ. ഇങ്ങനെ എഴുതാത് അല്ലേ, ഖുർആൻ ഇങ്ങനെ എഴുതാം. അത് എന്താ, അതിൻ്റെ ഒരു സ്റ്റൈലാണ്. മദ് ബദലുകൾക്ക് ഹംസ എഴുതാതെ ഇങ്ങനെ എഴുതുന്ന രൂപമുണ്ട് ഖുർആൻ, അങ്ങനെ എഴുതലുണ്ട്. അതിൽ പെട്ടൊരു അങ്ങനെ എന്താ ഒരു കൺഫ്യൂഷൻ വന്നതാണ് ഇത്. ഇതെന്താ വയ്ക്കുക, ആമീൻ ആമീൻ എന്നാ പറയേണ്ടത്. പക്ഷെ ഇവിടെ മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടായതുകൊണ്ട് എന്ന് പറയാം, അങ്ങനെ അത് തെറ്റാണ്. അമീനല്ല, ഇത് മദ് ബദല. അമീനോ? അതെ, അത് അറിയാത്തോണ്ട് തന്നെയാണ്. വലദ്ദാല്ലീൻ ആമീൻ. ആ മദ് ബദലാണത്, അത്രേ ഉള്ളൂ. ആ മദ് ബദൽ, അത് മദ് നീട്ടല്ല, മദല്ല അസ്ലിന്റെ നീട്ടൽ. രണ്ട് പ്രശ്നം ഉണ്ടായില്ല. ഒന്നാമത് ഇവിടെ ഈ മദ്ദിന്റെ ചിഹ്നം കാണുകൊണ്ട് നീട്ടുന്ന ആളുകളുണ്ട്. മറ്റേ ഒരു കാര്യം അതിന് പ്രാസപ്പിച്ചാണ്ട് അങ്ങനെ ആമീൻ. അതെ, അതിന്റെ പ്രാസപ്പിച്ചാണ്ട് ഇവിടെ വലദ്ദാല്ലു എന്ന് പറഞ്ഞാൽ ആമൂന്ന് പറയും ചിലപ്പോ. അൽ ആൻ, അവിടെ അൽ ആൻ, അതെ അതെ ആൻ,
അതെ അത് തന്നെയാണ് ആമീൻ അങ്ങനെ ഉച്ചരിച്ചാൽ ആ മീ എന്നുള്ളത് നീട്ടാം ഇവിടെ വല ലീൻ ഇതായതുകൊണ്ട് അത് ആരിലിസിക്കും. ആടെ നീട്ടേണ്ട ചെറിയ രണ്ടാളുകൾ അതെ അതും ഇതാണ് മദ്ദു ബദലാണ് അതിൻ്റെ പേര്. മദ്ദു ബദൽ എന്ന് പറഞ്ഞാൽ മദ്ദു അസ്ലിയിൽ പെട്ടതാണ്. അതാണ് നമ്മളെ ഉത്തരം. മദ്ദു ബദൽ എന്ന് പറഞ്ഞാൽ മദ്ദു അസ്ലിയിൽ പെട്ടതാണ്, മദ്ദു ഫറയിൽ പെട്ടതല്ല. അതുകൊണ്ട് സാധാരണ നീട്ടലേ പറ്റുള്ളൂ. ശരി എന്നാൽ നിർത്താം. അസ്സലാമു അലൈക്കും. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.